ശാന്തിപർവം, ദ പീസ് ചിപ്പ്. വർഷം 2050. ലോകം അതിന്റെ മൂന്നാമത്തെ മഹായുദ്ധത്തിന്റെ പടിവാതിക്കലിലായിരുന്നു. വൻശക്തി രാജ്യങ്ങളുടെ ഭരണാധികാരികൾ അഹങ്കാരത്തോടെയും ക്രോധത്തോടെയും പരസ്പരം മിസൈലുകൾ ചൂണ്ടിനിന്നു. ഭൂമിയിലെ കോടിക്കണക്കിന് സാധാരണ മനുഷ്യർ ഭയത്തോടെ, പ്രാർത്ഥനകളോടെ കഴിഞ്ഞുകൂടി. ഈ സമയത്താണ് ലോകപ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ മാധവനും അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘവും ഒരു രഹസ്യ ദൗത്യം പൂർത്തിയാക്കിയത്. അവർ അതിന് ഒരു പേരിട്ടു: പ്രൊജക്ട് ശാന്തി. മനുഷ്യന്റെ തലച്ചോറിലെ ക്രോധം, അക്രമവാസന, അധികാരമോഹം എന്നിവയെ പൂർണ്ണമായും ഇല്ലാതാക്കി പകരം കരുണയും സ്നേഹവും നിറയ്ക്കാൻ കഴിയുന്ന ഒരു ചെറിയ ബയോ ചിപ്പ് അവർ വികസിപ്പിച്ചെടുത്തു. ആ രാത്രിയിലെ അട്ടിമറി യുദ്ധം പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമാധാനകാംക്ഷികളായ ഒരു കൂട്ടം സൈനികരുടെ സഹായത്തോടെ ഡോക്ടർ മാധവനും സംഘവും ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ 3 ഭരണാധികാരികളുടെ കൊട്ടാരങ്ങളിൽ രഹസ്യമായി അതിക്രമിച്ചു കയറി. ഉറക്കത്തിൽ അതിസൂക്ഷ്മമായ ശസ്ത്രക്രിയയിലൂടെ അവരുടെ തലച്ചോറിൽ ആ സമാധാന ചിപ്പ് ഘടിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ലോകം ഉണർന്നത് നെഞ്ചിടിപ്പോടെയാണ്. യുദ്ധപ്രഖ്യാപനത്തിനായുള്ള പ്രത്യേക മാധ്യമ സമ്മേളനം ആരംഭിച്ചു. ലോകമെമ്പിടുമുള്ള ജനങ്ങൾ ഈ TV സ്ക്രീനുകളിലേക്ക് കണ്ണുനട്ടിരുന്നു. അത്ഭുതകരമായ ആ മാറ്റം. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന പ്രധാന യുദ്ധക്കൊതിയനായ ഭരണാധികാരിയുടെ മുഖത്ത് എപ്പോഴുമുള്ള ആ ക്രോധഭാവമില്ലായിരുന്നു. ശാന്തമായ മുഖത്തോടെ അദ്ദേഹം മൈക്കിന് മുന്നിലേക്ക് നടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു: സഹോദരങ്ങളെ, യുദ്ധമല്ല നമുക്ക് വേണ്ടത്. ഈ ഭൂമി എല്ലാവർക്കുമുള്ളതാണ്. ഞങ്ങളുടെ ആയുധപ്പുരകൾ ഇന്നു മുതൽ ധാന്യപ്പുരകളാകും. അതിരുകളിലെ തോക്കുകൾ ഞങ്ങൾ താഴെ വെക്കുന്നു. മറ്റു 2 രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഇതേ സന്ദേശവുമായി രംഗത്തെത്തി. ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടു. ജനങ്ങൾ തെരുവിലിറങ്ങി ആനന്ദ നൃത്തം ചവിട്ടി. ചിപ്പ് അതിന്റെ ജോലി ഭംഗിയായി നിർവഹിച്ചിരുന്നു. കഥയിലെ ട്വിസ്റ്റ്: ദ റിയൽ ചാലഞ്ച്. വർഷങ്ങൾ കടന്നുപോയി. ലോകത്ത് യുദ്ധങ്ങളില്ലാതായി, ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ടു. എന്നാൽ ഡോക്ടർ മാധവനെ ഒരു കാര്യം അലട്ടിക്കൊണ്ടിരുന്നു. ചിപ്പ് ഘടിപ്പിച്ച ഭരണാധികാരികൾക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനോ തെറ്റുകളോട് ദേഷ്യപ്പെടാനോ കഴിയുന്നില്ലായിരുന്നു. അവർ വെറുമൊരു റോബോട്ടുകളെപ്പോലെയായി മാറി. ഒരു ദിവസം ഡോക്ടർ മാധവൻ ആ ഭരണാധികാരികളെ സന്ദർശിച്ചു. അദ്ദേഹം അവരോട് ചോദിച്ചു: നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരു ഭരണാധികാരി ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഇൻറ്റു ടൈറ്റിൽ, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഈ ചിന്തകൾ എന്റേതാണോ അതോ താങ്കൾ പ്രോഗ്രാം ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കരയാൻ കഴിയുന്നില്ല ഡോക്ടർ, എനിക്ക് ദേഷ്യപ്പെടാനും കഴിയുന്നില്ല. മനുഷ്യനായിരിക്കുക എന്നാൽ എല്ലാ വികാരങ്ങളും ഉണ്ടാവുക എന്നതല്ലേ ശുഭപര്യവസാനം. ആ വാക്കുകൾ ഡോക്ടർ മാധവന്റെ കണ്ണ് തുറപ്പിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യനെ നിർബന്ധിച്ച് നല്ലവനാക്കുന്നതിലല്ല, മറിച്ച് സ്വന്തം തിരിച്ചറിവിലൂടെ മാറുന്നതിലാണ് മനുഷ്യത്വത്തിന്റെ വിജയമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ആ ചിപ്പിൽ ഒരു പുതിയ മാറ്റം വരുത്തി. വികാരങ്ങളെ അടിച്ചമർത്തുന്നതിന് പകരം മനുഷ്യരിൽ വിവേകവും സ്നേഹവും സ്വയം ഉണർത്തുന്ന ഒരു രീതിയിലേക്ക് ചിപ്പിനെ റീപ്രോഗ്രാം ചെയ്തു. ഭരണാധികാരികൾക്ക് അവരുടെ സ്വയംഭരണാവകാശം തിരിച്ചുകിട്ടി. എങ്കിലും അവർ സമാധാനത്തിന്റെ വഴി തന്നെ തിരഞ്ഞെടുത്തു. ശാസ്ത്രത്തിന്റെ ചിപ്പുകളല്ല, മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹമാണ് ലോകത്തെ രക്ഷിക്കേണ്ടതെന്ന വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് ഭൂമിയിൽ ഒരു പുതിയ പുലരി പിറന്നു.